കോഴിക്കോട് കൈവേലി നെടുമന്നൂർ LP സ്കൂളിൽ നടത്തിയ ഗണപതി ഹോമവും ദേവീപൂജയും CPM പ്രവർത്തകർ അലങ്കോലമാക്കി. പൂജ നടന്ന സ്കൂൾ ഹാളിലേക്ക് 50ഓളം വരുന്ന ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ ഇരച്ചുകയറി വിളക്കുകൾ ചവിട്ടിത്തെറിപ്പിക്കുകയും പൂജ നടത്തിയ പൂജാരിമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. സ്കൂൾ മാനേജരെയും ബന്ധുക്കളെയും കയ്യേറ്റം ചെയ്തതായും ആരോപണമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സ്കൂൾ കെട്ടിടത്തിൽ ഗണപതി ഹോമവും ദേവീപൂജയും നടന്നത്. പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയുമായി ബന്ധപ്പെട്ടാണ് പൂജ നടത്തിയത്. എന്നാൽ സ്കൂളിൽ നടക്കുന്നത് RSSന്റെ നേതൃത്വത്തിലുള്ള പൂജയാണെന്ന് ആരോപിച്ചാണ് ഡിവൈഎഫ്ഐ CPM പ്രവർത്തകർ സംഘടിച്ച് എത്തിയത്. പൂജ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും മാനേജർ ഇതിന് വഴങ്ങാതിരുന്നതോടെയാണ് ഹാളിന്റെ വാതിൽ ചവിട്ടി തുറന്ന് CPM ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹാളിലേക്ക് പ്രവേശിച്ച് പൂജ തടഞ്ഞതെന്നാണ് അധികൃതരുടെ ആരോപണം. പൂജ നിർത്താതായതോടെ പൂജാരിയെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. സ്കൂളിലെ കുട്ടികളെയോ അല്ലെങ്കിൽ സ്കൂൾ സംവിധാനങ്ങളോ ഗവൺമെൻറ് സംവിധാനങ്ങളോ ഒന്നും ഉപയോഗിക്കാതെ രാത്രി 9 മണിക്ക് ഭൂമി പൂജയാണ് അവിടെ നടത്തുകയുണ്ടായത്. ഭൂമി പൂജ നടത്താൻ വന്നതെന്ന് വെച്ചാൽ ആ സ്കൂളിലേക്കുള്ള പുതിയ കെട്ടിട നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതാണ് ഇന്നലെ ഒരു വട്ടം CPMന്റെയും ഡിവൈഎഫ്ഐയുടെയും ഗുണ്ടകൾ തച്ച് തകർത്തപ്പെട്ടതും. സ്കൂളിൽ RSS പൂജയാണ് നടന്നതെന്ന് ആരോപിച്ച് ഇന്ന് സ്കൂളിലേക്ക് ഡിവൈഎഫ്ഐ SFI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. സംഭവത്തിൽ പ്രതിഷേധവുമായി വിശ്വാസ സമൂഹം രംഗത്തെത്തിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.